ഗൈസ് നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് ഡീമൺ സ്ലെയർ കാണാനായിട്ട് ഇറങ്ങിയാണ് ഗൈസ്. നമ്മൾ ഓൺ ദ വേ സനുബ്രോയെ പിക്ക് ചെയ്യാൻ പൊക്കോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഷാസ് വിളിച്ചിട്ട് പറഞ്ഞ് എടാ ഭയങ്കര കിടില സാധനമാണ്, ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ട് അവൻ വിളിച്ചാണ് ഗൈസ്. അവൻ പറഞ്ഞ് വർഷ അക്കാസ ഫാൻ ആണെങ്കിൽ അവക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവന്റെ പറച്ചിൽ എന്തോ ഒരു ടോൺ വ്യത്യാസം പോലെ. എന്തായാലും നമ്മൾ നേരെ സനുബ്രോയെ പിക്ക് ചെയ്യാൻ പോവാണ്. സനുബ്രോയുടെ വീട്ടില് സഞ്ജന ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോ ഹസ്ബൻഡിന്റെ കൂടെ ഒരു ചെറിയ ഫുഡ് അടിയും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോണത്. അപ്പം കടപടേ എന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. സനുബ്രോ ആണെങ്കിൽ ഗൈസ് ഇന്ന് വരെ ഡീമൺ സ്ലെയർ ഫോളോ ചെയ്തിട്ടില്ല. എന്നിട്ട് സനുബ്രോ ഇതുവരെ ഒരു അനിമേ മൂവി അങ്ങനെ പോയി കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ച പറഞ്ഞായിരുന്നു സനുബ്രോ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ നോക്കി വെച്ചോ, ഇല്ലെങ്കിൽ ഒന്നും അറിഞ്ഞൂടെങ്കിൽ അതിന്റെ മൂവിയുടെ ഒരു സത്ത് കിട്ടൂലല്ലോ. അപ്പൊ എന്തായാലും അവിടെ പോവാം, സനുബ്രോയെ പിക്ക് ചെയ്യാം, അവിടെ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് നമുക്ക് നേരെ തിയേറ്ററിലോട്ട് പോവാം. ടൈം ഈസ് ലെസ് ആൻഡ് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കുറെ ഉണ്ട്. അങ്ങോട്ട് ആദ്യം എത്താം ഗൈസ്. ഗൈസ് സനുബ്രോയുടെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിഭവസമൃദ്ധമായ ഉമ്മച്ചിയുടെ ഫുഡ്. ഓ സനുബ്രോ ഐ ലവ് യു. ചിക്കൻ ഫ്രൈയും ഉണ്ട്. പക്ഷെ സനു ഇത് പിന്നെ 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 ആണ് എന്നെ വെരട്ടി വെച്ചേക്കാണ് പിസ്ത തിന്നരുതെന്നും പറഞ്ഞിട്ട്. അയ്യോ ഗൈസ്, നമ്മുടെ വേൾഡ് ഫേമസ് ആയിരിക്കുന്ന ഉമ്മച്ചിയുടെ ചിക്കൻ ഫ്രൈ, മട്ടൻ ബിരിയാണി. സനുബ്രോ അളിയ എവിടെ? അളിയ ഇവിടെ ഉണ്ടോ? ആ ഓക്കെ. സനുബ്രോ നമുക്ക് കഴിക്കണ്ട, നമുക്ക് പോണം. സിനിമ 8:30 തുടങ്ങും. 8 മണിക്ക് അപ്പൊ കഴിക്കാം. ഇരിക്കും ഞങ്ങൾ ഇതൊന്നും കഴിക്കട്ടെ. ഓഫ് എന്റെ മോനെ ഗൈസ്, ഇവിടത്തെ ഫുഡ് ഉണ്ടല്ലോ, ആഹാ ഒന്നും മിണ്ടാതിരുന്നാൻ കഴിക്കടല്ലേ. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, കാരണം അത്ര ടേസ്റ്റാണ് ഗൈസ്. നല്ല മട്ടൻ ബിരിയാണിയെ. മട്ടൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ സെക്സി. ഇത് സലാഡിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട്, അയ്യോ ഇതൊക്കെ പപ്പടം കഷ്ണം, കുറച്ച് പപ്പടം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് മട്ടൻ്റെ പീസും കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു ഉരുള ആക്കിയിട്ട് ഇത് നിങ്ങൾക്ക് പൈസ എടുത്ത് വാങ്ങിക്കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടല്ലോ. ഇത് 1001 മറ്റേ റെക്കമെൻഡ് ചെയ്തതിനെ. തൽക്കാലം ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതെ ചിക്കൻ ഫ്രൈ കൂടെ. സ്വയംഭ സാധനം. ഇതൊന്ന് ഒതുക്കിയിട്ട് വരാൻ കഴിച്ചു. ഓഫ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കൂടുതൽ ഹൈപ്പ് വരണം നിങ്ങൾ വിചാരിക്കരുത്, കാരണം അത്ര നല്ല ഫുഡല്ലേ. അതെ അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ് ബിന്നി ചേച്ചിയുടെ ഹസ്ബൻഡ് എത്തിയിരിക്കുന്നു. ഷാസിന്റെ അളിയൻ, സനുബ്രോയുടെ അളിയൻ, അപ്പൊ നമ്മുടെ അളിയൻ. ഹലോ അളിയാ, സുഖമാണോ? ഇവിടെ പേരെന്നായിരുന്നു? സനൂജ്. ബിന്നി ചേച്ചി പറഞ്ഞിട്ടുണ്ട് ബ്രോ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണാറുണ്ടെന്ന്. അതായത് നമ്മളിപ്പോ ആദ്യമായിട്ട് കാണണമെങ്കിലും അങ്ങനെ അതെ. എന്തായാലും ബ്രോ നിങ്ങൾക്ക് ഇല്ല, വലിയ പരിചയക്കുറവൊന്നുമില്ല. പിന്നെ ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം കണ്ടതില്. ഇനി നമുക്ക് സമാധാനമായിട്ട് ഒരു ദിവസം ഇരുന്ന് കാണാം. സമാധാനത്തിൽ നമ്മൾ മാത്രമായിട്ടിരുന്ന് കാണാം. അതെ കാണാം. അതെ ബാക്കി ഇൻഫ്ലുവൻസർ ഒന്നും ഇല്ലാതെ ഒരു ദിവസം ഇരുന്ന് കാണാം. അപ്പൊ ശരി, നമ്മൾ പോയിട്ട് വരാം. സനുബ്രോ കമോൺ. ഉമ്മ പോയിട്ട് വരാവേ. ടാറ്റാ. അപ്പുറത്തെ സൈഡിൽ. ഓക്കെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമ്മള് വാങ്ങിയ സാധനം ഇവിടെ ഉണ്ട്. സനുബ്രോ ഇതിന് എത്ര രൂപ കൊടുത്ത്? 3299. നല്ല മണം. കൊള്ളാം, അത് കൊള്ളാം. നമ്മളതും കൊള്ളാം. ഇത് കുറച്ചുകൂടെ കൊള്ളാം. നിനക്ക് ഇഷ്ടപ്പെട്ട? അവന് ഇഷ്ടമാണല്ലേ? ഓ അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞ ഇത് വാങ്ങുന്ന ക്രൗഡിൽ ഒരാൾ ഷാസാണ്. ആണോ? നമുക്ക് ഇറങ്ങാം. 8:05 8:30 വൈറ്റിൽ നിന്ന് നമുക്ക് സിനിപോളിസ് അല്ലേ, മറൈൻ ഡ്രൈവിന്റെ ദൂരെ പോകണം. സനുബ്രോ കണ്ടാ എന്തെങ്കിലും ഒക്കെ ഇതിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി സനുബ്രോ? ടാൻജിറോ സിസ്റ്ററിനെ ഡീമൺ ആക്കിയേക്കണം. ഓക്കെ. അപ്പൊ ബേസിക് ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഒരു 12 പേരുണ്ട്, മറ്റേ 12 ലെവല് എന്തോന്നു ഡീമൺസ്. യവന്മാര് ഡീമൺസിനെ കൊല്ലാൻ നടക്കണവന്മാര്. അപ്പൊ ഹാഷിറയാണ് കൊല്ലാൻ. കുറച്ചുകൂടെ എനിക്കൊന്നും കണ്ടാലേ മനസ്സിലാവും. റീക്യാപ്പാണ് ഉണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി. സംഭവം യവന്മാരെ ഡീമണുമായിട്ട് അടി.
എന്നിട്ട് അവയിലൊക്കെയുള്ള ക്യൂർ കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അതെ, ഡീമൻ തിരിച്ചു വരാനായിട്ടുള്ള. പിന്നെ ബേസിക്കലി ട്രെയിനിൽ വെച്ച് മറ്റേ രംഗോക്കുവിനെ കൊല്ലും. ഓ, അപ്പൊ കുറച്ച് റിസർച്ച് നടത്തി. രംഗോക്കുവിനെ കൊല്ലുന്ന നിലയ്ക്കായിരിക്കുമല്ലോ ഇതില്. ഓക്കെ, ഒരു ബേസിക് ഐഡിയ, ഒന്നും ബ്ലൈൻഡ് ആയിട്ടല്ലോ ശാസാണോ പറഞ്ഞു തന്നത്. കാര്യങ്ങളും കഥയൊക്കെ പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി സെറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഞാൻ കാർ എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് നേരെ പോവാം. പേര് MG റോഡില് സിനിപോളിസിലോട്ട്. 8:30 കൃത്യം നമ്മൾ മോളില് സിനിമ കാണാൻ. പങ്ക്ച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. ഇപ്പൊ നമ്മൾ വന്ന് പങ്ക്ച്വാലിറ്റിയുടെ പര്യായ പദങ്ങളായി മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇനി ഐമാക്സ് കണ്ടുപിടിക്കാം, എന്നിട്ട് ഡീമൺ സ്ലെയർ കയറാം. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. കാരണം ഇത് കണ്ടവരെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ നമസ്കാരം. നമസ്കാരം. അതെ, പോയായിരുന്നു. അയ്യോ അളിയ സുഖമാണോ? നീലക്കൂല് എത്തിയിട്ടുണ്ട് സാർ. നീ ഡീമൺ സ്ലെയർ കാണാൻ വന്നതാണ്? ആണോ? ആ, ഓക്കെ പറയട്ടെ. ഡീമൺ സ്ലെയർ, ഇത് ഡീമൺ സ്ലെയർ കാണാനുള്ളതാണ്. അല്ല, ലോകയുടെ ടീം പറഞ്ഞുണ്ടത്. ലോകയുടെ ടീം പറഞ്ഞുണ്ട്. ആ, നീലക്കുയിലെ കണ്ടിരുന്നു. ഓ, അതുകൊണ്ട് നീലക്കുയിൽ ഇവരിത് എങ്ങനെ അറിയണം സന ബ്രോ? നെറ്റ്വർക്കിംഗ് ആയിരിക്കും അല്ലേ? നമുക്കിതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇവർ കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കുന്നു. അയ്യോ, ടിക്കറ്റ് കൊടുക്കണ്ടത് ഗൈസ്. ഈ നിൽക്കുന്നതൊക്കെ ഐമാക്സിൽ കയറാൻ നിൽക്കുന്ന ക്രൗഡാണ്. ഇതെല്ലാം ലോക കാണാൻ വന്നതല്ല, ഇതൊക്കെ ഡീമൺ സ്ലെയർ കാണാൻ വന്നത്. എങ്ങനെ മനസ്സിലായെന്നറിയാമോ? ഇവിടെ കണ്ടാ കംപ്ലീറ്റ് ആണ്. ടാൻജിറോ റെഫറൻസ് ടീഷർട്ട്, ഇത് മൊയ്ച്ചിറോ റെഫറൻസ് ടീഷർട്ടൊക്കെ ഇട്ട ആൾക്കാർ നിൽക്കുകയാണ്. ഇപ്പൊ കാണാം ഗൈസ്, മൊയ്ച്ചിറോ സല്ലേ. അപ്പോൾ ഇതെല്ലാം അനിമെ ഫാൻസാണ്. കാലം പോയ പോക്കെ. പണ്ടൊക്കെ കേരളത്തിൽ ഒരു അനിമെ പടം തിയേറ്ററിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓ, തിയേറ്റർ തുറന്നു ആൾക്കാർ ഇടിച്ചു കയറുന്നു. എല്ലാവരും കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഗൈസ്, എല്ലാവരും ഡീമൺ സ്ലെയർ കാണാൻ വന്നായിരുന്നു. ഒരൊറ്റ കുഞ്ഞുപോലും ഇല്ല ഇപ്പൊ ഇവിടെ. ലോകയുടെ ടീം എവിടെ വരുമെന്ന് അവൻ പറഞ്ഞത്. ലോകയുടെ ടീം എവിടെ വരുമെന്ന് പറഞ്ഞത് ഗൈസ്. എല്ലാവരും ഡീമൺ സ്ലെയർ കാണാൻ വന്നതാണ്, എല്ലാം നമ്മുടെ ആൾക്കാർ. ഇതാണ് എറണാകുളത്തെ ഐമാക്സ്. കൊള്ളാം കേട്ടാ ഗൈസ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നമ്മള് നേരത്തെ എത്രയായിട്ടെന്നൊക്കെ പടം ലേറ്റ് ആയിട്ടാണ് തുറന്നു കൊടുക്കും. ഇത് പരസ്യമൊക്കെ ഫ്ലാഷൊക്കെ ഇട്ടിട്ട് തിയേറ്ററിനകത്തിരിക്കട്ടെ ഗൈസ്. ഓക്കെ, ഞങ്ങൾ കയറി. ഇനി സിനിമ ഒരു പരുവാക്കിയിട്ട് ഞങ്ങൾ വരാം. പടം കണ്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. ഫസ്റ്റ് ടൈം അനിമെ വാച്ചർ സനിബ്രോ ഫസ്റ്റ് അനിമെ മൂവി. ഇങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. സനിബ്രോ അത് ഫോളോ ചെയ്ത് വരാത്തോണ്ടാണ്. അതെ, ഇവിടെ ഇരുന്ന് കരഞ്ഞ് എന്റെ തലയെ കൊണ്ട് ഇട്ടാടി. കുറച്ച് സീനുകളുണ്ട് സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഫ്ലാഷ് ബാക്ക് കാണിക്കും സാർ, ഫ്ലാഷ് ബാക്ക്. പക്ഷെ എനിക്ക് അങ്ങനെ സങ്കടമൊന്നും തോന്നിയില്ലടാ ഇതില്. സങ്കടമൊന്നും തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അതില് കുറെ വിഷമ സംഭവങ്ങളുണ്ടല്ലോ. മരുന്ന് കിട്ടാത്തവര്, മറ്റേ മരിച്ചു പോകുന്നവര്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് കാർട്ടൂണിന്റെ ആ ഒരു സെറ്റപ്പിലായതുകൊണ്ട് നമുക്ക് കൊണ്ടുപോട്ടെ സനിബ്രോ ഇവിടെ വിഷമം വരണില്ല കണ്ടിട്ട്. പടം പക്ഷെ കൊള്ളാം കേട്ടോ, കണ്ടോണ്ടിരിക്കുക. വെട്ടും കുത്തും മറ്റേ ലെവൽ പോലത്തെ വേറെ ലെവൽ അനിമേഷൻ ആണ് സനിബ്രോ. കിഡില്ല അനിമേഷൻ. സനിബ്രോ പറയണ കേക്കരുത്. ഞാൻ കരുതൊന്നുമില്ല കേട്ടാ. എവൻ തന്നെ പറഞ്ഞു അത്രയ്ക്ക് ഒന്നുമില്ല. ആ കണ്ണീര് തുടച്ചു കളഞ്ഞിട്ട് പറയണേ. അവള് അത് കോമഡി ആയിരുന്നു. ഓക്കെ, ഡീമൺ സ്ലെയർ കാണുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അല്ലെ അനിമെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. സനിബ്രോക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് സനിബ്രോ കാർട്ടൂൺ എന്തൊക്കെ വിളിച്ചതിനാ. ജാപ്പനീസ് കാർട്ടൂൺ അതെ, പക്ഷെ എന്നാലും കാർട്ടൂൺ നമ്മൾ ഈ ടോം ആൻഡ് ജെറി ഫണ്ണി സ്റ്റഫാ. ഇത് കുറച്ച് സീരിയസ് സ്റ്റഫ്. ഇത് ഫണ്ണി ഉണ്ട്. സനിബ്രോക്ക് ആരെയൊക്കെ ഇഷ്ടപ്പെട്ട്? എനിക്ക് ടാൻജിറോനെ ഇഷ്ടപ്പെട്ട്. ടാൻജിറോ രക്ഷയില്ല. ടാൻജിറോ ഇതിനകത്ത് വേറെ ലെവലിൽ പോയി, എക്സ്ട്രാ പവർഫുള്ളും ആയി. അതെ,
ടാൻജർ എന്തൊക്കെയോ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും കേട്ടാ. ലൈക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും സംഭവം എന്താണെന്ന്. അതെ, പക്ഷെ നല്ല രസമായിരുന്നു ഗൈസ്. ഡീമൺ സ്ലെയർ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട്. വലിയ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഒരു രസമുണ്ട്. ഇത് അങ്ങനെ ഉണ്ടായിരുന്നു. അറിയാത്ത പെൺകുട്ടി ഇല്ലടാ, എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളൊക്കെ കാണുന്നുണ്ടോ? പക്ഷെ ചെറിയ ലാഗ് ഇല്ലായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഇവരെന്തെന്നറിയാവോ, ഇവര് ഇത് 2, 3 ഇങ്ങോട്ടല്ലേ ബേസ്മെന്റ് 2 പോണാണല്ലേ. എക്സിറ്റ് അടിക്കണം. അങ്ങോട്ട് തന്നെ. ഇത് സനൂപ്, ഇത് ഇവര് സീരീസിൽ കുറെ എപ്പിസോഡുകളായിട്ട് ഇറക്കാതെ അതെല്ലാം കൂടെ അടുക്കി വെച്ചിട്ട് ഒരു സിനിമയായിട്ടൊക്കെ ഇറക്കി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എപ്പിസോഡായിരുന്നെങ്കിൽ നമ്മളൊരു 6-8 എപ്പിസോഡായിട്ട് നമ്മൾ കണ്ടരാം. നമ്മൾ സ്ഥിരം കാണുന്നോണ്ട് നമുക്കിത് അതിന്റെ ആ ഫോളോ അപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും നാളുടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനമല്ലേ. അപ്പൊ അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ട്. പിന്നെ ബാക്ക് സ്റ്റോറി ഒക്കെ കാണിക്കണം ഇതിനകത്ത്. ഭീകരം കിടില അമ്മ നമ്മളെ ബാക്ക് സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ആർക്കാ? അവക്കാ? അതാ ചോദിച്ചു നോക്ക്. നിനക്ക് ബാക്ക് സ്റ്റോറിയാണ് ഷാസ് ഇങ്ങോട്ട് വരാൻ നേരത്ത് അവക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോ ഇഷ്ടപ്പെടുന്നല്ലേ അവള് കരഞ്ഞ് മെഴുകുന്നാണ് എനിക്കും കരച്ചിൽ വന്നില്ലേ. ഞാനും വിചാരിച്ചു ചുമ്മാ തള്ളി മറിക്കണേ അവള്. ഞാൻ നോക്കിയപ്പോഴേ മൂക്കളൊക്കെ പിടിക്കണേ. ഞാൻ ഇങ്ങനെ കരയാൻ റെഡിയായിട്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷെ കരച്ചിലും വരണില്ല. ബ്രോ ഒരു സിനിമ ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് കണ്ടു നോക്ക്. മൂവിയാണ് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. അത് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു. കണ്ടു നോക്ക്, അത് കണ്ടിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് പറ. അതും കൂടെ ഞാൻ കണ്ടിട്ട് ഞാൻ കരഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് കരയണോന്നും പറഞ്ഞു. പക്ഷെ അതൊരു ലെവൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് സനിബ്രോ കണ്ടിരിക്കേണ്ടതാണ്. ഒരു മൂവി എന്തൂസിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇത് ബോറൊന്നും ഞാൻ പറയില്ല, കണ്ടിരിക്കാം. 2.5-2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. 2.5 മണിക്കൂറുണ്ട്. ബോറൊന്നും അടിക്കൂല. 20 എപ്പിസോഡിന്റെ കുറെ ഒരു കോമ്പിനേഷൻ. അടുത്ത പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. എനിക്കിപ്പോ എക്സൈറ്റഡ് ആയി. ലൈക്ക് ബിക്കോസ് ആ മെയിൻ വില്ലനും മറ്റേ ലെവൽ 1 ലെവൽ 2 ആ തെണ്ടി ലെവൽ 2 കൊല്ലാൻ വേണ്ടി അധികം നമ്മൾ വെയിറ്റിംഗ് ആണ്. അത് അവന്റെ പെണ്ണുങ്ങളകത്ത് മാത്രം അടി കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. അവന്റെ അടുത്ത് എന്താ പെമ്പിള്ളേര് മാത്രം ഓടി എത്തണോളം. ഏതെങ്കിലും വലിയ കൊല ടീമുകളെ വിട്ടിട്ട് അടിച്ചു കൊല്ലണേയും ബാക്കിയുള്ള ആശ്രമന്മാരൊക്കെ തലക്കും വിലങ്ങും കിടന്നവരാണ്. ആരെയും കിട്ടിയില്ല. ഓക്കെ, നമ്മൾ കൂടുതൽ സ്പോയിലർ ഒന്നും ഇടുന്നില്ല. ഓക്കെ, ഞങ്ങൾ ഇനി പതുക്കെ ചലിക്കട്ടെ. ഓക്കെ സനിബ്രോ, ആരോഗ്യം തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ വ്ളോഗിങ്ങിലോട്ട് തിരിച്ചു വരേണ്ടതാണ്. ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈ ഗൈസ്, ഞങ്ങള് തിരിച്ച് റൂമിൽ എത്തിയിട്ട് തിരിച്ച് റൂമിൽ എത്തി ഗൈസ്. ഇനി കിടന്നുറങ്ങട്ടെ. നാളെ വൈകുന്നേരം രാവിലെ എഴുന്നേറ്റ് ഷൂട്ടിന് പോയിട്ട് ഗൈസ്, നാളെ 4 എപ്പിസോഡ് ഷൂട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ വിയറ്റ്നാമിലോട്ട് പോകുന്നതായിരിക്കും. എല്ലാം അത് സ്മൂത്തായിട്ട് തന്നെ നടക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ രാത്രി നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്. അപ്പോൾ നാളെ കാണാം. നാളെ നമ്മൾ വർഷയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറുന്നതായിരിക്കും. എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ ഡാഡി? പോവുമെങ്കിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടത്. ടീച്ചർ ആ ഫ്ലൈറ്റ് കിട്ടണേ നാളെ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കേസ്. ലവ് യു. ടാറ്റ. നാളെ കാണാം.